വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എളുപ്പത്തിലൊരു തോരൻ കറി ഉണ്ടാക്കാൻ പോവാണേ. എല്ലാ ദിവസവും എന്നതാണ് തോരൻ വയ്ക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും അല്ലേ. അപ്പോൾ എന്നും ഒരേ തോരൻ കറി ആകുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ ഇന്ന് ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 3 ക്യാരറ്റ് ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒന്ന് തൊലി കളഞ്ഞ് എടുക്കുക, പിന്നെ ഒന്ന് കുഞ്ഞിതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം, അത്രയേ ഉള്ളൂ ബുദ്ധിമുട്ട്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞില്ലെങ്കിൽ ക്യാരറ്റ് തോരനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു സവാള എടുക്കുന്നുണ്ട്, അതൊന്ന് ചെറുതാക്കി അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ ആദ്യം ഒന്ന് തൊലി കളഞ്ഞ് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതാക്കി അരിഞ്ഞു കൊണ്ടുവരാം. ക്യാരറ്റ് തോരൻ പ്രത്യേകിച്ച് ചെറുതാക്കി അരിഞ്ഞില്ലെങ്കിൽ വലുപ്പത്തിൽ അരിയുന്നത് നമ്മൾ മെഴുക്ക് പുരട്ടി എണ്ണയിലിട്ടിട്ട് എടുക്കാനായിട്ടാണ്. അപ്പം ചെറുതാക്കി അരിഞ്ഞ് കൊണ്ടുവരുന്നതായിരിക്കും ക്യാരറ്റ് തോരൻ വെക്കുന്നതിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ക്യാരറ്റിന് പൊതുവേ ഒരു മധുരമുണ്ട്, അപ്പോൾ വെറുതെ ആണെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം എരിവിനനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ. ഞാൻ 2 മുളകേ ചേർക്കുന്നുള്ളൂ. അതുപോലെ ഇതാ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നന്നായിട്ട് ഞെരടി എടുക്കുന്നു. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അല്ലാതെ കല്ലിൽ അരയ്ക്കോ മിക്സിയിൽ ജാറിലൊന്നും അരച്ചല്ല എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ളൊരു തോരൻ കറിയാണ്. അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഉള്ളി ഒന്നൊരു ട്രാൻസ്പെറൻറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ക്യാരറ്റും ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ട്രാൻസ്പെറൻ്റായി ഓക്കെ ആയി. ഇനി നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 സെക്കൻഡ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് പരിപാടി തരും. എന്നിട്ട് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി പൊത്തി ഒരടപ്പ് വെച്ചിട്ടൊരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡിയാവും. ഒരുപാട് വേവൊന്നുമില്ല ക്യാരറ്റിന്. അപ്പം വെള്ളം ഞാനിവിടെ ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം കരിഞ്ഞു പോകും. അപ്പം ചിലർ തോരൻ വയ്ക്കുമ്പം ചിലപ്പോൾ വെള്ളം ചേർക്കാറുണ്ടായിരിക്കും. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കരിഞ്ഞൊന്നും പോകത്തില്ല, വെന്തും കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം തേങ്ങയൊക്കെ അരച്ചൊന്നും ചേർക്കാതെ കൈകൊണ്ടൊക്കെ തിരുമ്മിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.